ഒരു രാജ്യത്തെ ആകെ തെറ്റിദ്ധരിപ്പിച്ച വലിയൊരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിരുന്നു താനുമെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ രംഗത്തെത്തിയിരിക്കുകയാണ്. 2011 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അഴിമതി വിരുദ്ധ പോരാട്ടം യഥാർത്ഥത്തിൽ RSSും BJPയും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ തിരക്കഥയായിരുന്നുവെന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നത്. ദി വയറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്ത് ഭൂഷൺ ഇത്തരത്തിലൊരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ അന്ന് താൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ നീക്കങ്ങൾ വലിയ തെറ്റായിപ്പോയി എന്ന വൈകി ഉദിച്ച തിരിച്ചറിവിലാണ് പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നത്. അന്ന് ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ ജനസഞ്ചയം സ്വയം ഒഴുകിയെത്തിയതല്ല എന്ന ഗൗരവകരമായ വിവരമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. BJPയെ അധികാരത്തിലെത്തിക്കാനായി RSS തയ്യാറാക്കിയ കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി ബസ്സുകളിൽ ആളുകളെ നിറച്ച് സമരവേദിയിൽ എത്തിക്കുകയായിരുന്നു. ബാബ രാംദേവും ശ്രീ രവിശങ്കറും ഉൾപ്പെടെയുള്ളവർ BJPയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് സമരത്തിൽ അണിചേർന്നത്. അന്ന് തങ്ങൾ ഇത് തിരിച്ചറിഞ്ഞില്ലെന്നും ഒരു ബദൽ രാഷ്ട്രീയം എന്ന സ്വപ്നത്തിൽ വിശ്വസിച്ച് ഈ ചതിക്കുഴിയിൽ വീണു പോയെന്നുമാണ് പ്രശാന്ത് ഭൂഷൺ വെളിപ്പെടുത്തുന്നത്. മൻമോഹൻ സിംഗ് എന്ന ഭരണാധികാരിയോട് അന്ന് ചെയ്തത് വലിയ അനീതിയാണെന്ന് അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി അത്യന്തം മാന്യനും വിജ്ഞാനിയുമായ അദ്ദേഹത്തിന്റെ വിനയത്തെ ദൗർബല്യമായി കണ്ട് വേട്ടയാടുകയായിരുന്നു. RSSന്റെയും BJPയുടെയും രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുന്നിൽ തങ്ങളും ഇരകളാവുകയായിരുന്നു എന്ന തിരിച്ചറിവാണ് ഈ വൈകിയ വേളയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. UPA ഭരണകാലത്ത് അഴിമതികൾ ഉണ്ടായിരുന്നുവെന്നത് വസ്തുതയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് അഴിമതിയും ഭീകരമായ വർഗീയതയുമാണ് ഇപ്പോഴത്തെ ഭരണത്തിന് കീഴിൽ നടക്കുന്നത്. അന്ന് നടന്നതിനേക്കാൾ വലിയ അഴിമതികൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ജനാധിപത്യം തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും കുറിച്ച് വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് പ്രശാന്ത് ഭൂഷൺ ഉയർത്തുന്നത്. പാർട്ടിയുടെ തുടക്കകാലത്ത് തന്നെ കെജ്രിവാളിന്റെ ഉള്ളിലെ സ്വേച്ഛാധിപത്യ സ്വഭാവം പ്രകടമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. സുതാര്യമായ നയങ്ങൾ വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും വേണ്ടെന്നും രാഷ്ട്രീയ ലാഭത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റാമെന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത്. ഇന്ന് ആ പാർട്ടി അഴിമതിയുടെ കാര്യത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയായി മാറി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ലോക്പാൽ ബില്ലും ഉപേക്ഷിച്ച കെജ്രിവാൾ പണമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് ടിക്കറ്റ് നൽകുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ചുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷകളെയാണ് അഴിമതി വിരുദ്ധ സമരത്തിലൂടെ ഈ നേതാക്കൾ വഞ്ചിച്ചത്. ഇതിന്റെ ഫലമായി രാജ്യത്തെ യുവതലമുറ ഇന്ന് രാഷ്ട്രീയ മാറ്റങ്ങളിൽ വിശ്വാസമില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. എന്നാൽ നിശബ്ദത പാലിക്കേണ്ട സമയമല്ലിതെന്ന് പ്രശാന്ത് ഭൂഷൺ ഓർമ്മിപ്പിക്കുന്നു. 2025 അവസാനിക്കുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയും വർഗീയതയുമാണ്. സർക്കാർ ജോലികൾ നികത്താത്തതും അനിയന്ത്രിതമായ സ്വകാര്യവൽക്കരണവും യുവാക്കളുടെ ഭാവി തകർക്കുന്നുവെന്നും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങൾ തകരുകയും കുറ്റവാളികൾക്ക് കോടതികൾ വഴി ക്ലീൻ ചിറ്റ് ലഭിക്കുകയും ചെയ്യുന്ന ഈ അന്ധേർ നഗരി ഭരണത്തിനെതിരെ മറ്റൊരു വലിയ ജനകീയ പ്രക്ഷോഭം അനിവാര്യമാണ്. അടിച്ചമർത്തലുകളെ ഭയക്കാതെ ജയിൽവാസം വരിക്കാൻ പോലും തയ്യാറായി യുവാക്കൾ തെരുവിലിറങ്ങണം. എങ്കിൽ മാത്രമേ ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് നീക്കങ്ങളെ ചെറുക്കാനും രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും കഴിയൂ എന്ന ശക്തമായ ആഹ്വാനത്തോടെയാണ് പ്രശാന്ത് ഭൂഷൺ തന്റെ അഭിമുഖം അവസാനിപ്പിക്കുന്നത്. 2011 അണ്ണാ ഹസാരെ നേതൃത്വം നൽകിയ സമരത്തിന് രാജ്യമൊട്ടാകെ വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് മോദി നേതൃത്വം നൽകുന്ന NDA ഭരണത്തിലിരുന്ന് ചെയ്തു കൂട്ടുന്ന അഴിമതികൾക്കെതിരെ അണ്ണാ ഹസാരെ ഒരക്ഷരം ഉരിയാടാത്തത് പ്രശാന്ത് ഭൂഷന്റെ വെളിപ്പെടുത്തലുകളുമായി കൂട്ടിവായിക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമാണ് പ്രശാന്ത് ഭൂഷൺ. 2G സ്പെക്ട്രം, കോൾഗേറ്റ് തുടങ്ങിയ പ്രമാദമായ കേസുകളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പ്രശാന്ത് ഭൂഷൺ. 2011 അണ്ണാ ഹസാരെ നയിച്ച അഴിമതി വിരുദ്ധ സമരത്തിന്റെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് അരവിന്ദ് കെജ്രിവാളിനും യോഗേന്ദ്ര യാദവിനും ഒപ്പം ചേർന്നാണ് പാർട്ടിക്ക് രൂപം നൽകിയത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമില്ലായ്മയും നയപരമായ വ്യതിയാനങ്ങളെയും ചോദ്യം ചെയ്തതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ നിന്നും പുറത്താവുകയായിരുന്നു.